എന്റെ പേരിൽ ഒരു വീടുണ്ട് സാർ. അത് വിറ്റ ഒരു 3 ലക്ഷം കിട്ടും. ബാക്കി കാശ് നിങ്ങൾ. എന്റെ സാറേ, ഞാനൊരു കാര്യം ചെയ്യാം. ആകാശവാണിയിൽ ഒരു പരസ്യം കൊടുക്കാം. ദൂരദർശനില് ഒരു സെലിബ്രിറ്റിയെ കൊണ്ട് നമുക്ക് ഈ കാര്യം പറയിപ്പിക്കാം. ആരുടെയെങ്കിലും മനസ്സലിയാതിരിക്കില്ലല്ലോ. വേണ്ട ഡോക്ടർ, ഈ കാര്യം പുറലോകം അറിഞ്ഞ എന്റെ മോനെ മ്യൂസിയത്തിലെ ശില്പം പോലെ നോക്കും. ഒരു അച്ഛനായ എനിക്കത് സഹിക്കാൻ പറ്റില്ല ഡോക്ടർ. ഞാൻ നോക്കിക്കോളാം, വാടി. അതല്ല ഡോക്ടർ. എന്താ സാറേ? ഒരു ബ്രെയിനിൽ നിന്നും രണ്ടാമത്തെ ബ്രെയിനിലേക്ക് എപ്പോ മാറും? ഞാൻ സ്കൂളിലേക്ക് പോവും, പക്ഷേ പോവില്ല. ഈ ഗ്യാപ്പിൽ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഡോക്ടർ, ഞങ്ങളുടെ വീട്ടിന്റെ അടുത്ത് ഒരു വലിയ പള്ളിയുണ്ട്. നിസ്കരിക്കുന്ന സമയത്തൊക്കെ വലിയ ശബ്ദം ഉണ്ടാവും. ആ ശബ്ദം കേട്ടാ ഇവ മാറും. അതെ ഡോക്ടർ, സ്കൂളിൽ ബെല്ലടിച്ചപ്പോ ആ ശബ്ദത്തിൽ മാറിപ്പോയതാവും. That's it. ഇപ്പോഴേ വലിയ ശബ്ദമൊക്കെ കേൾക്കുമ്പോ സാധാരണ മനുഷ്യർ നമ്മൾ തന്നെ ഇറിറ്റേറ്റ് ആവുന്നു, വല്ലാതെ ഡിസ്റ്റർബ് ആവുന്നു. ഒരു സെക്കൻഡ് നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇവനാണെങ്കിൽ അബ്നോർമൽ പേഴ്സണും. വലിയ ശബ്ദമൊക്കെ കേൾക്കുമ്പോഴേ അവന്റെ ബ്രെയിനിനകത്ത് വെച്ച് ഫ്ലക്ച്വേഷൻ ഒക്കെ ഉണ്ടായി. ഈ ബ്രെയിൻ ഓഫ് ആവുകയും ഈ ബ്രെയിൻ ഓൺ ആവുകയും ചെയ്യും. വീണ്ടും വീണ്ടും ശബ്ദം കേൾക്കുമ്പോഴോ ആ ബ്രെയിൻ ഓഫ് ആവുകയും ഈ ബ്രെയിൻ ഓൺ ആവുകയും ചെയ്യും. എന്തിനാ ഡാഡി നമ്മൾ ഇവിടെ വന്നേ? ഡോക്ടറെ, അവൻ മാറി. യെസ്, ഈ ബ്രെയിനിന്റെ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഈ ബ്രെയിനിന് അറിയില്ല. അതുപോലെ ഈ ബ്രെയിനിന്റെ സ്റ്റോറേജും ഈ ബ്രെയിനിന് അറിയില്ല. എന്തിനാ ഡാഡി കമ്പൗണ്ടറുമായിട്ട് സംസാരിക്കുന്നേ? എന്താ പറഞ്ഞ? കമ്പൗണ്ടറാന്നോ? ഞാൻ ഇറങ്ങാ ഡോക്ടർ. വാ മോനെ. അതെ സാറേ, മോന്റെ പേരെന്താന്നാ പറഞ്ഞേ? അഭിരാം. നോ, അഭി രാം. പുറം ലോകത്തിന് മോന്റെ 2 ബ്രെയിനിന്റെ കാര്യം പറഞ്ഞില്ലെങ്കിലും ഇവനോട് തീർച്ചയായിട്ടും 2 ബ്രെയിനുള്ള കാര്യം കമ്പൽസറി ആയിട്ട് പറയണം. ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അതുപോലെ എന്തു തന്നെയാണെങ്കിലും 2 ബ്രെയിനിലും ആഴത്തിൽ പതിയുന്നത് പോലെ പറയണം. ഡാഡി, എന്റെ മാഷ് എന്നെ നോക്കി ബുദ്ധിയില്ലെന്ന് പറയുന്നു. നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ ആരാടാ? നിനക്ക് 2 ബുദ്ധിയുണ്ട്. അതുകൊണ്ടാ നിന്റെ പേര് 2 ആക്കി പിരിച്ച് അഭി രാം എന്ന് വെച്ചിരിക്കുന്നത്. ഇപ്പൊ നീ അഭിയാണ്. അഭി. മോനെ, നിനക്ക് 2 ബ്രെയിൻസാ. അറിയാം ഡാഡി, ഹോസ്പിറ്റലിൽ വെച്ച ഡോക്ടർ പറഞ്ഞല്ലോ. ആ, എന്റെ അമ്മോ, ഐൻസ്റ്റീന്റെ അറിവ്. അതെ, എന്റെ പേര് രാം എന്നാ തോന്നുന്നേ. രാം ഫിക്സ്ഡ്. കണക്കും വേണ്ട, കണ്ണടയും വേണ്ട. എന്റെ അമ്മോ, ബ്രെയിന് ഷിഫ്റ്റ് ആയി. വീട്